ഗോപിചേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ നജീബ് പാടിയിട്ടുണ്ട്. നജീബ് പാടാത്ത ഗോപിചേട്ടൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എനിക്ക് എല്ലാ പാട്ടിലും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. അപ്പം കാരണം നമ്മള് മലയാളത്തില് ചേട്ടന്റെ സോങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു മാറ്റങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പൊ ആ സമയത്ത് പാട്ടുകൾ നോക്കുവാണെങ്കിൽ തന്നെ എല്ലാം വലിയ നല്ലൊരു ഓസം കോമ്പോസിഷൻസ് ആണ് എല്ലാം നോക്കുവാണെങ്കിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഉസ്താദ് ഹോട്ടലിലെ വാതിലിൽ ഹരിചരൺ പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഞാൻ പല ഷോസിലും ആ പാട്ടിലാണ് തുടങ്ങാറുള്ളത്. എന്നാ അതിന്റെ രണ്ടുപേര് വാതിലിൽ വാതിലിൽ കാതോർത്തു നിന്നിലേ പാതിയിൽ പാടാത്തൊരാ തേനൂരിടും ഞാൻ വാതിലിൽ വാതിലിൽ കാതോർത്തു നിന്നിലേ പാതിയിൽ പാടാത്തൊരാ തേനൂരിടും നിശനായി ഞാൻ ചെഞ്ചുണ്ടിൽ 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 ചേർന്നു ചെഞ്ചുണ്ടിൽ 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 ചേർന്നു. ഒരുപാട് ഫീൽ ചെയ്തൊരു പാട്ടാണത്. ലൈക്ക് അതില് ക്ലാർനെറ്റ് വായിച്ച രാജു ഓൾ ഇന്ത്യ റേഡിയോ കോഴിക്കോട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എന്താ പറയാ ഒറ്റ ടേക്കിൽ വായിച്ചാണ് ആ ഒരു ക്ലാർനെറ്റ് സോളോ. ഒറ്റ ടേക്കായിരുന്നു അത്. പിന്നെ ഞാൻ അതൊന്നും മാറ്റാൻ നിന്നില്ല, അത് അതേപടി എടുത്ത് യൂസ് ചെയ്തത്. അത് ആ ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന ഏറ്റവും വലിയ റെസ്പെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. സോ അങ്ങനെയാണ് ആ ഒരു പീസ് അങ്ങനെ നമ്മൾ അതുപോലെ റിട്ടേൺ ചെയ്തു. ഒരു എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. സോ അത് അത്രയും മലയാളികൾ ഇന്നും സ്നേഹിക്കുന്ന ഒരു പാട്ടാണ് അത്. തീർച്ചയായിട്ടും. ചില ഒരു മൂവിക്ക് വേണ്ടി ഓരോ കാസ്റ്റിനെ ഡയറക്ടേഴ്സ് സെലക്ട് ചെയ്യുന്ന പോലെ അത് ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ് അല്ലേ? അപ്പം ഒരു സോങ്ങിന് വേണ്ടി ഈ സിംഗർ ആയിരിക്കും ഏറ്റവും ആപ്റ്റ്. ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ബൈ എ മ്യൂസിക് ഡയറക്ടർ? ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു സോങ് കമ്പോസ് ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഒരു സിംഗറെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ സിംഗേഴ്സിനെ തട്ടിയിട്ട് തടഞ്ഞു വീഴും നമ്മൾ. അത്രയധികം സിംഗേഴ്സാണ്. നജീബിനൊക്കെ ശരിക്കും അറിയായിരിക്കും അത് എത്ര സിംഗേഴ്സ് ഉണ്ടെന്ന്. അതായത് അതിൽ എന്തൊരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല സിംഗേഴ്സും ഉണ്ട്, ഒരുപാട് മോശം സിംഗേഴ്സും ഉണ്ട്. മോശം സിംഗേഴ്സ് കൂടുതലും നന്നായിട്ട് പാടുന്നവർ കുറവാണ്. അപ്പോൾ എന്താ ഉണ്ടാകുന്ന വെച്ചാൽ നന്നായിട്ട് പാടുന്നവർ നമ്മൾ കാണാണ്ടാവുകയാണ്. അവർ ഈ മോശം സിംഗേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുക. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു മുത്തിനെ തേടിയെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും ഒരു ഡയമണ്ട് തന്നെയായിരുന്നു നമുക്ക് ഒരു റിയാലിറ്റി ഷോ സമ്മാനിച്ച നജീബ്. അങ്ങനെ ഒരു ഡയമണ്ട് ഇനിയും വരണം, ഒരുപാട് ഡയമണ്ട്സ് ഇനിയും വരാനുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒരു മുത്തിനെ തേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ ഓരോ പാട്ടിനും വിധിയുണ്ട്. ഇന്ന സിംഗർ പാടുന്നുള്ള ഒരാൾ ഒരു പക്ഷേ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഞാൻ സുമേഷിനൊക്കെ അറിയാം. ശരിക്കും നമ്മൾ കമ്പോസ് ചെയ്ത് ആരെ പാടിക്കുന്ന ചിന്തിക്കുന്ന സമയത്ത് ആരെങ്കിലും മുമ്പ് വന്നിരിപ്പുണ്ടാവും. അപ്പോൾ നമ്മളായിരിക്കും നീ പാടുമോ, അപ്പോൾ നോക്കാം എന്നാൽ ശരി എന്നാൽ പാടിക്കോ, അങ്ങനെ പാടിച്ചവരെ ഉണ്ട്. അപ്പം ഈ ട്യൂൺ ഉണ്ടാക്കാനായി ദൈവം നമ്മൾ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളത് ഉണ്ടാക്കി കഴിയുമ്പം അതിന് വേണ്ടുന്ന ചേരുവകളെല്ലാം ആ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ആ ദൈവം നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ഉണ്ടാവാറ് സാധാരണ. അങ്ങനെ തന്നെ പലപ്പോഴും പല ചിന്തകളും. ഇപ്പോൾ പോലും ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പോലും ഇപ്പോൾ ഈ പാട്ട് ആര് പാടും എന്നുള്ളൊരു ചിന്തയിലിരിക്കുമ്പോഴാണ് നജീം അർഷാദ് ഇവിടെ വന്നിരിക്കുന്നത്. വേറൊരു പാട്ട് ദിലീപേട്ടൻ്റെ പടത്തിലൊരു പാട്ട്. അപ്പോൾ അതൊരു മര്യാദരാം എന്നൊരു കമേഴ്ഷ്യൽ സിനിമയാണ്. അതിൽ ഒരു പാട്ട്, ഒരു ട്രെയിൻ സോങ് ഉണ്ട്. അത് ആരെ കൊണ്ട് പാടിക്കുന്നത് ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നജീമിൻ്റെ മുമ്പിൽ വന്നിരിക്കുക. അപ്പൊ എനിക്കൊരു പാട്ട് അതെ, ഈ ഇന്റർവ്യൂ തന്നെ നജീമിന് ഒരു പാട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ അത് ആ സമയം പോലെ നമ്മളുടെ മുമ്പിൽ വന്നിരിക്കും. അല്ലെങ്കിൽ ചില പാട്ട് ഇപ്പോൾ ഇത്രയും സിനിമകൾ ഒരു 6 മാസത്തിൽ ഒരു 18 പടങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഈ 6 മാസത്തിൽ 18 പടം ചെയ്യുന്നത് ഓൺലി ബിക്കോസ് ഓഫ് ദ ഗോഡ്സ് ഗ്രേസ്. ഞാൻ ഇത്രയും കാലം ചെയ്ത പാട്ടുകളിൽ എനിക്ക് എന്താ പറയുക, ആളുകളുടെ റെസ്പോൺസ് പല രീതിയിൽ വന്നിട്ടുണ്ട്. കൽബിലെത്തി എന്ന് പറഞ്ഞ പാട്ട്, അല്ലെങ്കിൽ അപ്പങ്ങൾ എമ്പാടെന്ന് പറഞ്ഞ പാട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ടുകൾക്ക് എല്ലാത്തിനും നമുക്ക് പല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടാറുണ്ട്. അത് നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടാറുണ്ട്, മോശമായ രീതിയിലുള്ള റെസ്പോൺസ് കിട്ടാറുണ്ട്. ഇത് എക്സ്പെഷ്യലി എടുത്തു പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രായം ചെന്നവർ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല റെസ്പോൺസ് കിട്ടിയൊരു പാട്ടാണ്. അതെനിക്ക് വളരെ അനുഗ്രഹീതമാണ് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് കിട്ടിയത്. 1983 ഒലഞ്ഞാലിക്കുരി എന്ന് പറഞ്ഞ പാട്ട്. സോ ഒരു പക്ഷേ എനിക്ക് ഈ ഒരു വർഷം ഇത്രയും പടങ്ങൾ കിട്ടാനുള്ള ഒരു പ്രധാന റീസൺ തന്നെ ആ പാട്ടായിരിക്കാം. പ്രേക്ഷകർ എല്ലാവരും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സോ നജീം പ്ലീസ് സിംഗ് ദാറ്റ് സോങ് ഫോർ us. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ കൂട്ടുകൂടി കിണുങ്ങി
മിഴിപ്പേലി മെല്ലെ തഴുകി നറുച്ചിരി 4 മണിപ്പൂ പോൽ വിരിഞ്ഞുവോ ചെറുമഷിത്തണ്ടു നീട്ടി വന്നടുത്തു നിന്നു മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാനാദ്യമായി ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ഒരു സോങ് അത് എന്താ പറയുന്നത് അക്കോർഡിംഗ് ടു യു അതിന്റെ ഹിറ്റ് ഫോർമുല എന്ന് പറയുന്നത് എന്തായിരിക്കും? സിംപ്ലിസിറ്റി, മാക്സിമം സിംപ്ലിസിറ്റി. ഞാൻ പാടി കേട്ടിട്ടില്ലായിരുന്നു. അതായത് ഇപ്പം പാടാൻ എനിക്ക് പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നല്ല പാട്ടാണ്, നമ്മൾ എൻജോയ് ചെയ്യും. പക്ഷെ ഒരിക്കലും ഒരു സാധാരണ ഒരു ഇറച്ചിവിട്ടുകാരൻ ഇറച്ചിവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും പറയാൻ പാടില്ല. ദാറ്റ് ഈസ് കോൾഡ് മ്യൂസിക്കൽ, എന്താ പറയുക, മ്യൂസിക്കാർ അത്ര ഇഷ്ടപ്പെട്ട് കേൾക്കുന്ന ഹാർഡ് കോർ ലിസണേഴ്സ്. ഇപ്പം ഞാൻ അല്ലെങ്കിൽ നജീം അല്ലെങ്കിൽ ഒരുപാട് മ്യൂസിക്കിന് ഫുൾ തവമായിട്ട് സീരിയസ് ആയിട്ടും വളരെ സീരിയസ് ലിസണിങ് ഉള്ളവർക്ക് മാത്രമേ അങ്ങനെയുള്ള പാട്ട് പ്രവേശിക്കാൻ പറ്റൂ. അങ്ങനെയുള്ള പാട്ടുകൾ ഒരു എന്താ പറയുക ഒരു മാസ് ഓഡിയൻസ് എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന ഒരു മ്യൂസിക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേൾക്കാത്ത ഒരു സാധാരണ മനുഷ്യൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പം ഒരിക്കലും ആ പാട്ട് കേൾക്കുമ്പോൾ ആസ്വദിക്കും. ഒരുപക്ഷെ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടായിരിക്കും, പക്ഷെ ഒരിക്കലും അത് പാടത്തില്ല. ഒരാളൊരു പാട്ട് കേട്ടത് വീണ്ടും അത് പാടി നടക്കുമ്പോഴാണ് ഒരു മാസ് ഹിറ്റ് എന്നുള്ളൊരു ഫോർമുലയിലോട്ട് നമ്മൾ എത്തുന്നത്. പിന്നെ ചിന്തിക്കേണ്ടതും വളരെ മ്യൂസിക് ലവേഴ്സിനായിട്ടുള്ള പാട്ടുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നിൻ ഹൃദയ മൗനം ഉൾക്കടലിനാഴം എന്നും അറിയുന്നു ഞാൻ, ആ പാട്ട് ഒരിക്കലും ഹിറ്റാവാത്തൊരു പാട്ടാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മ്യൂസിക് ലിസണേഴ്സിനുള്ളൊരു വളരെ ഹാർഡ് കോർ ലിസണേഴ്സിനുള്ള പാട്ടാണ്. ഒരു പക്ഷെ അപ്പങ്ങളും പാടും പോലെ ആളുകൾ പാടി നടക്കില്ല പാട്ട്. സിൻസ് വി ആർ കമ്മിങ് ടു ആൻ എൻഡ് ഓഫ് ദി ഷോ, നമുക്കൊരു നല്ല പാട്ടിലൂടെ ഇതൊന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ? തീർച്ചയായിട്ടും. ഏത് പാട്ട്? ഒബ്വിയസ്ലി ബാംഗ്ലൂർ ഡേയ്സിലെ ഏതു കരിരാവിലെ. ഏതു കരിരാവിലും ഒരു ചെറു കസവിഴത്തുന്നും കിരണമേ ഈ ഹൃദയവാതിലും പഴുതിലൊഴുകി വരൂ അരികിലെ പുതുമന്ദാരമായി വിടരും നീ പുണരുവാൻ കൊതി തോന്നുന്നൊരീ പുലരിയിൽ അങ്ങിങ്ങോൻ പൊൻപിരി മിന്നുന്നുവോ അതിലും നിന്റെ നെഞ്ചോരമേയുന്നുവോ എല്ലാവർക്കും ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സ്പെഷ്യലി ഈ ഒരു മൊമെൻറ്റ് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മൊമെൻ്റാണ്. കാര്യം നജീമുണ്ട്, എൻ്റെ ഗിറ്റാറിസ്റ്റ് സുമേഷ് പരമേശ്വരയുടെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ലൈഫിൽ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ ഓണം ഒരു 10 ദിവസത്തോ ആഘോഷമായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് അനുഗ്രഹീതമായിക്കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെ വർഷത്തിൽ 365 ദിവസവും ഓണം ആഘോഷിക്കുന്നവരാണ് ഞങ്ങൾ, മ്യൂസിക് ഉള്ളതുകൊണ്ട് മാത്രം. സോ അത്രയും ജോലിയെ വളരെ കഠിനമായിട്ട് അതിനുവേണ്ടി ഒരു തപസ്സിലാണ് ഞങ്ങളുടെ ലൈഫ് എല്ലാ ദിവസവും മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ മനസ്സിലും ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് എനിക്കും എൻ്റെ നജീമിനും എല്ലാവർക്കും വേണ്ടി നല്ല രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ പ്രാർത്ഥിച്ച് ഞങ്ങൾക്കൊരു ബെറ്റർ ഫ്യൂച്ചർ, ഞങ്ങൾ നല്ല ചിന്തകൾ വരാനും എല്ലാത്തിനും വേണ്ടി, അല്ലെങ്കിൽ മലയാള സിനിമയിൽ പുതിയ ആശയങ്ങൾ വരാനൊക്കെ ആയിട്ട്, ഈ ആശയങ്ങൾ വന്നാൽ മാത്രമേ പുതിയ തരത്തിലുള്ള സംഗീതം ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങളുടെ മനസ്സിലെന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഓണം.